മുയല്, താറാവ്, വാങ്കോഴി, നാടൻ പെരട്ട്, പന്നി, പോത്ത് ലിവർ പെരട്ട്, വെള്ളക്കോഴി ലിവർ ഫ്രൈ, ലെഗ് പീസ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ ഒരു നാടൻ ഭക്ഷണശൈലിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു നാട്ടിൻപുറത്താണ്. ഉച്ചയൂണിന് നമുക്ക് കോഴിക്കറിയും ബീഫും മീൻകറിയും ഒക്കെയാണ് കിട്ടുന്നത് സാധാരണയായിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പതിലും വ്യത്യസ്തമായിട്ടാണ് നമുക്ക് വിഭവങ്ങൾ കിട്ടുന്നത്. വ്യത്യസ്തമായ വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ മുയൽ തോരൻ, കാട ഫ്രൈ, അതുപോലെ വാങ്കോഴി, താറാവ്, പന്നി, പോത്ത്, ചിക്കൻ, മീന്, ഇതൊക്കെയാണ് ഇവിടുത്തെ കൂടുതൽ ഡിഷസ്. ഇത്രയും ഇവിടെ ഉച്ചയ്ക്ക് തരുന്നുണ്ടോ ഇവര്? അതെ, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കിട്ടുന്ന ഹോട്ടലാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാൻ വരും. ദക്ഷിണം വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന കടയാണിത്. തുടക്കത്തില് ചിക്കനും ബീഫും ഒക്കെ മാത്രമാണ് ഉണ്ടായിരുന്നത്. നോൺ വെജിന്റെ ഇത്രയും ഐറ്റംസ് ഇവിടെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് ആളുകൾ ഇത് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിലും ഹോട്ടലിന്റെ വലുപ്പം അത്ര വലുതൊന്നും അല്ല കേട്ടോ. ചെറിയൊരു സ്പേസ് ആണെന്നുണ്ടെങ്കിലും അവരത് പോർഷൻ ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫാമിലി വന്നാൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു പ്രൈവസി കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഇവരിത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ കോഴി, ബീഫ്, വാങ്കോഴി, താറാവ് എല്ലാ ഐറ്റംസും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കപ്പയുടെ തന്നെ ഇളക്കിയ കപ്പയുണ്ട്, പിന്നെ പുഴുങ്ങിയ കപ്പയുണ്ട്, ഇത് അരി റൊട്ടിയാണ്, പിന്നെ അതുപോലെ പൊറോട്ടയുണ്ട്, പിന്നെ നമ്മുടെ ചോറുണ്ട്. അപ്പോൾ ഇത് വരുന്നത് ചെറിയ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ചെറിയ പീസായിട്ടാണ് ഇവര് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ അരപ്പെല്ലാം പിടിച്ച് ഉണ്ടായ ഒരു നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ചിക്കൻ ഫ്രൈ ആണ്. അതുപോലെ ഇത് വാങ്കോഴിയാണ്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് പൊതിഞ്ഞ് വരുന്ന രീതിയിലാണ് വാങ്കോഴി വച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ താറാവും അതേപോലെ തന്നെയാണ്, കണ്ടാൽ അറിയാൻ നല്ല ടേസ്റ്റിയാണ്. പിന്നെ അതുപോലെ ഇത് നാടൻ കോഴി പെരട്ടാണ്. ഇത് വരുന്നത് എന്ന് പറഞ്ഞാൽ വെള്ള കാന്താരിയാണ്. കാന്താരി മുളകില്ലേ, അതിന്റെ പഴുക്കാത്ത കാന്താരി മുളക് വെച്ചിട്ടുണ്ടാക്കിയ ചമ്മന്തിയാണ്. അതുപോലെ ഇത് തന്നെ പഴുത്ത മുളക് വെച്ചിട്ടുണ്ടാക്കുന്ന പഴുത്ത കാന്താരി ചമ്മന്തിയാണ്. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ബീഫാണ്. ബീഫിന്റെ ഒരു പെരട്ടിന്റെ ഒരു രീതിയിലുള്ള ഒരു ഐറ്റമാണ്. ഇത് പോത്താണ്. പോത്തിന്റെ അതുപോലെ ഒരു പെരട്ട് പോലെ റോസ്റ്റ് പോലെയൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ ഇതൊരു ലെഗ് പീസാണ്, ചിക്കൻ്റെ ഫ്രൈ ചെയ്തിരിക്കുന്ന ലെഗ് പീസാണ്. അപ്പോൾ നമുക്ക് ഐറ്റംസ് എല്ലാം കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഉച്ചയൂണിന് നമുക്ക് സാധാരണ മീനിന്റെ ഐറ്റംസ് മാത്രമല്ല, അല്ലെങ്കിൽ ചിക്കൻ്റെ ഒരു ഐറ്റം മാത്രമല്ല വരുന്നത്. അപ്പോൾ ഇത്രയും ഡിഷസ് വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റമാണ് എല്ലും കപ്പയും. പോത്തിന്റെ എല്ലും കപ്പയുമായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി വരുന്ന ഒരു ഐറ്റമാണ് ഇത്. മെയിൻ ആയിട്ട് എല്ലാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഫ്ലഷിനെക്കാളും ഫ്ലഷ് ഉണ്ട് ഇതില്, പക്ഷേ എങ്കിൽ എല്ലും കപ്പയും കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് മീറ്റിന് എപ്പോഴും എല്ലിനാണല്ലോ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് ഫുൾ ഇറങ്ങിയിട്ട് കപ്പയിൽ വന്ന് ഒരുമിച്ച് വെന്ത് കുഴഞ്ഞു വരുന്ന ഒരു ടൈപ്പാണ്. കപ്പ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, എല്ലും കപ്പയും എന്ന് തന്നെ പറയണം. അപ്പൊ അങ്ങനെ ഒരു രീതിയാണ് ഈ ഒരു ഐറ്റം വരുന്നത്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ചോറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഉച്ച സമയമല്ല, അപ്പൊ എന്തായാലും ചോറ് കഴിക്കണമല്ലോ. അപ്പൊ ചോറിൽ തന്നെ തുടങ്ങാം. അപ്പൊ കുറച്ച് സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സാമ്പാറുണ്ട്, പിന്നെ കുറച്ച് വെള്ളച്ചമ്മന്തി നമുക്ക് നോക്കാം. എരിവാണ്, കാന്താരി മുളകാണ്, എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. കാന്താരി മുളകിന്റെ നല്ല എരിവുണ്ട് കേട്ടോ. കുറച്ചാണ് ഞാൻ എടുത്തത്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്, എരിവ് പോലെ തന്നെ. നമുക്കിത് ചോറ് മൊത്തം കഴിക്കാൻ പറ്റില്ല, കാരണം എല്ലാം ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാത്തിനും കുറച്ച് ടേസ്റ്റ് ചെയ്യാം. അടുത്ത കപ്പയാണ്. അപ്പോൾ കപ്പയുടെ കൂടെ നമുക്ക് ഒരു ബീഫ് ഒന്ന് ട്രൈ ചെയ്യാം. കപ്പയും ബീഫും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ബീഫിന്റെ കറക്റ്റ് ടേസ്റ്റും ഗ്രേവി ആണെങ്കിലും നല്ല രീതിയിൽ കുക്കായി നല്ല വെന്തിട്ട്, നല്ല മീറ്റ് നല്ല വെന്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് കപ്പയുടെ കൂടെ തന്നെ പോത്ത് കൂടി ട്രൈ ചെയ്യാം. പോത്തും ബീഫും രണ്ടും രണ്ടായിട്ടാണ്. ചിലയിടത്ത് പോത്തിന് തന്നെ നമുക്ക് ബീഫായിട്ട് പറയും, പക്ഷെ രണ്ടിന്റെ ടേസ്റ്റ് ഡിഫറൻസ് ആണ് കേട്ടോ. അപ്പൊ ബീഫിന്റെ
കറക്റ്റ് നമുക്ക് ടേസ്റ്റ് ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ എനിക്ക് കിട്ടുന്നില്ല കറക്റ്റ് ടേസ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ പോത്തിന് ഒരു ഡിഫറെന്റ് സ്റ്റൈൽ ഒരു ടേസ്റ്റ് ആണ്. ഇതൊരു പെരട്ടി രീതിയിലാണ് വന്നിരിക്കുന്നത്, നന്നായിട്ടുണ്ട്. അടുത്ത നമുക്ക് പത്തിരി ടേസ്റ്റ് ചെയ്യാവേ. പത്തിരിയാണ് അത്യാവശ്യം ഒരു തിക്കായിട്ടാണ്, വളരെ നൈസായിട്ടല്ല, പക്ഷെ ഭയങ്കര അത് ഒരു വലിയ തിക്കായിട്ടും അല്ല വന്നിരിക്കുന്നത്, അത്യാവശ്യം തിക്കാണ്. അത് മാത്രമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, ജീരകത്തിന്റെ ഒക്കെ ഫ്ലേവർ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പത്തിരിയും കോഴിപ്പെരട്ടും കൂടി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കോഴിപ്പെരട്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഠിക്കുന്ന കാലത്ത് ചില ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ്, അവരുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും, പത്തിരി, കോഴിക്കറി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഓർമ്മ വരുന്നു കേട്ടോ. നല്ല ഫ്ലേവർ ആണ് കേട്ടോ. അപ്പോൾ ചിക്കൻ പെരട്ടും സൂപ്പർ ആയിട്ടുണ്ട്. അത് നമുക്ക് പുഴുങ്ങിയ കപ്പ ട്രൈ ചെയ്യാം. ഈ ഒരു ചുവപ്പ് കാന്താരി ചമ്മന്തി ട്രൈ ചെയ്യാം. ഇത് പഴുത്ത കാന്താരിയാണ്. അപ്പൊ കപ്പയും കാന്താരി ചമ്മന്തി. നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. ഒരു കട്ടൻ ചായയും കൂടെ വേണം, നല്ല കോമ്പിനേഷൻ ആണ്. ഇപ്പൊ പുഴുങ്ങിയ കപ്പയുടെ കൂടെ നമുക്ക് ഈ ഒരു ബീഫും പോത്തും ചിക്കനും ഒന്നും ഇല്ലെങ്കിലും ഈ രണ്ട് ചമ്മന്തി മാത്രം അത് നല്ല എരിവുണ്ട്. ഈ കാന്താരി മുളക് മാത്രമാണ് അതിന്റെ മെയിൻ ഐറ്റം കേട്ടോ. നല്ല ഒന്നാന്തര എരിവുണ്ട്. അപ്പൊ ചുമന്ന കാന്താരി കുറച്ച് മാത്രമേ കഴിക്കാവൂ. ഞാൻ നല്ല കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് നല്ല എരിവുണ്ട് കേട്ടോ. എനിക്ക് എരിവ് പറ്റില്ല. അതിന്റെ കൂടെ ഞാൻ ഈ കപ്പയുടെ കൂടെ അത് കൂടുതലെടുത്തങ്ങ് കഴിച്ചു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എരിവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് പൊറോട്ട ട്രൈ ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു എരിവ് അങ്ങ് പോകുമല്ലോ. അതെ, പൊറോട്ട. അപ്പൊ പൊറോട്ടയുടെ കൂടെ നമുക്ക് ഈ ഒരു എന്തുവാണ്, ഈ ഒരു ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്യാം. അപ്പൊ ഞാൻ എടുത്ത് വലിയ പീസായി പോയി കേട്ടോ. അപ്പൊ അത് മൊത്തത്തിൽ ഞാൻ വായിലിട്ട് കഴിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു ചെറിയ പീസായിട്ടൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇതില് ഗ്രേവിയൊക്കെ ഇറങ്ങി ക്രിസ്പി ആയിട്ട് നല്ല. ഇതിട്ട് വേണമെങ്കിൽ സ്നാക്സ് ആയിട്ട് കഴിക്കാം കേട്ടോ. അടുത്ത് നമുക്ക് എല്ലും കപ്പയും ട്രൈ ചെയ്യാം. ഇതാണ് എല്ലും കപ്പ. ഇത് വലിയ പീസാണ് കേട്ടോ, എല്ലിന്റെ ഒക്കെ വലിയ പീസാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒന്ന് കപ്പയുടെ ഒരു പീസ് എടുത്ത് വെച്ച് കഴിക്കാം. കപ്പ എല്ലും കപ്പയും എല്ലിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കപ്പയിൽ പിടിച്ചിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു എല്ലും കപ്പ ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം, സ്പെഷ്യൽ ഐറ്റം എന്ന് പറയാം. കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട്. ഞാൻ വേറെ എല്ലും കപ്പയും കഴിച്ചിട്ടുണ്ട്, കപ്പ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിന്റെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് അറിയാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ എല്ലും കൂടെ ഒന്ന്, ഈ എല്ലിൽ തന്നെ കുറച്ച് ഫ്ലഷ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് കഴിച്ചോളാം. സൂപ്പർ ആയിട്ടാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്കും സൂപ്പർ ആയിട്ടാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലും കപ്പയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ ഈ എല്ലും കപ്പയും മാത്രം കഴിക്കാനായിട്ട് വന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ വന്നപ്പം കുറച്ച് ലേറ്റ് ആയി. ഇത് കുറച്ച് ചൂടോടും കൂടെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ സൂപ്പറായി. അടുത്ത് നമുക്ക് ചിക്കൻ ലെഗ് ട്രൈ ചെയ്യാം. ഇത്രയും വലിയ ചിക്കൻ ലെഗ് ആണ്. തുടങ്ങണമെന്ന് അറിയില്ല, നമുക്ക് കഴിച്ചു നോക്കാം. നല്ല മസാലയിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ.
കണ്ടോ? അപ്പൊ ഇത്രയും വലിയ പീസ് ആണെങ്കിലും ഇതിനകത്ത് മസാല നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല എന്തുവാ നല്ല ഫ്ലഷ് ഒക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും വലിയ പീസ് ആണെന്ന് വെച്ചിട്ട് പേടിക്കൊന്നും വേണ്ട, നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ട്. ഇത് മാത്രം കഴിച്ചോണ്ടിരിക്കാനും കൊള്ളാം കേട്ടോ. അപ്പം ഇത്രയും മേടിച്ചിട്ട് ഇത് ഞാൻ മാത്രമല്ല കഴിക്കുന്നത്, ഇവിടെ ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യും. ഇതെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മേടിച്ചു വെച്ചേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ടേസ്റ്റ് ചെയ്ത 2 ഐറ്റംസ് ഉണ്ട്, താറാവും വാങ്കോഴിയും. അപ്പം ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ല, എനിക്കത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ദേവേട്ടൻ അത് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു തരും കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ വേറൊരു ഐറ്റം കൂടി കിട്ടുന്നുണ്ട്, പന്നി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പന്നി കഴിക്കില്ല, അപ്പൊ അതുകൊണ്ടാണ് പന്നി വിളമ്പാത്തത്. ഇവിടെ പന്നിയും കിട്ടുന്നുണ്ട്. ഇന്ന് മുയലും കാടക്കോഴിയില്ല. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ ഇതുകൂടി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഐറ്റംസ്. 1-2 ഐറ്റംസ് അല്ല, ഇവിടെ നിറയെ നോൺ വെജിന്റെ ഒരു കളിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു 2 ഐറ്റംസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ദേവേനോട് ചോദിക്കാം. നമ്മൾ ഇതിൽ ടേസ്റ്റ് ചെയ്യാത്ത 2 സാധനങ്ങൾ, ഒന്ന് താറാവ്, വാങ്കോഴി. അപ്പോൾ നമുക്ക് താറാവിൽ തുടങ്ങാം. താറാവും കപ്പയും കൂടെയാണ് കേട്ടോ. ഉടങ്കുമ്പി മുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതലുള്ളത്. സൂപ്പർ. അത് മുറിച്ച കപ്പയും വാങ്കോഴി. വാങ്കോഴിയുടെ ടേസ്റ്റ് വേറെ ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ പേര് ജോൺ. ഇപ്പോൾ 17ാമത്തെ വർഷം. ആദ്യം ചിക്കൻ തന്നെ തുടങ്ങി പിന്നെ പന്നി തുടങ്ങി. പന്നി അങ്ങനെ ഓരോ ആയിട്ട് ഇടുമ്പോഴും സിറ്റിയിലുള്ളവരാണ് കൂടുതലും നമുക്ക് കസ്റ്റമർ. ട്രിവാൻഡ്രത്തും കന്യാകുമാരി ഈ 2 ജില്ലയും നല്ല ഇതാണ്. 6 മണിക്ക് തുടങ്ങും. പക്ഷെ ഇറച്ചിയെല്ലാം ആയി വരുമ്പോൾ 10 മണിയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ 6 മണി കഴിഞ്ഞാൽ പിന്നെ വെറൈറ്റി ഒന്നും വെക്കാൻ നിൽക്കില്ല. എന്റെ പേര് ശൈലേന്ദ്രകുമാർ. ഞാൻ ഇവിടെ 4 വർഷമായി. ഞാൻ ഇവിടെ സപ്ലയറും കുക്കുമാണ്. ഈ ഒരു എപ്പിസോഡ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി കുറച്ചുകൂടി ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുകൂടെ ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു സ്പോട്ടുമായിട്ട് നമുക്ക് ഇനിയും കാണാം.